മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. പണി സിനിമ കണ്ടതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാപ്പ കേസ് പ്രതിയുടെ പരാക്രമം. കൊച്ചിയിൽ കാപ്പ കേസ് പ്രതി യുവാവിനെ തല്ലി പരിക്കേൽപ്പിച്ചു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളും സീരിയലുകളും ഒക്കെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിനിമ ഇറങ്ങി തുടക്കം മുതൽ തന്നെ ജോജു ജോർജുവിന് ഈ സിനിമ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതേ സിനിമ ഒരു ആക്രമണ പരമ്പരയ്ക്ക് പ്രചോദനമായി എന്ന രീതിയിലുള്ള ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നത്. കൊച്ചിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പണി സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചിയിൽ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഒരു തൃക്കാക്കര സ്വദേശി ഒരു യുവാവിനെ അതിക്രൂരമായി ആക്രമിച്ചതാണ് സംഭവത്തിൽ അതിക്രമിയായിട്ടുള്ള ശ്രീരാജിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പണി സിനിമയിൽ ഡേവി എന്ന കഥാപാത്രത്തെ ആക്രമിക്കുന്നതിന് സമാനമായിട്ടാണ് താൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നതാണ് ശ്രീരാജ പോലീസിനോട് മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. ഈ യുവാവിന്റെ വീട്ടിലേക്ക് ശ്രീരാജ് കയറുകയും വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവിനെ കത്തിയുമായി എത്തിയിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പം പറഞ്ഞാണ് ആക്രമണം നടത്തിയത്. പെൺകുട്ടിയോടുള്ള അടുപ്പം തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പ്രതി പറയുന്നത്. പിന്നീട് ഭീഷണിപ്പെടുത്തി ഈ യുവാവിനെ വീടിന് പുറത്തു കൊണ്ടുപോയി കാല് തല്ലിയൊടുക്കും എന്നതടക്കമുള്ള ഭീഷണിയൊക്കെ ഉയർത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ യുവാവ് തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി ആക്രമിക്കപ്പെട്ട ആളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സംഭവത്തിന് ശേഷം പെൺകുട്ടിയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നുണ്ട്. പണി സിനിമയിലെ ദൃശ്യങ്ങൾ അനുകരിച്ചാണ് താൻ ഇത്തരത്തിൽ ചെയ്തതെന്ന് ശ്രീരാജ് നിസാരമായി പോലീസിന് മൊഴി നൽകുമ്പോൾ ഇവിടെ സിനിമകൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. തിയേറ്ററിൽ വൻ വിജയം കൈവരിച്ച ചിത്രമാണ് ഈ അടുത്ത OTTയിൽ റിലീസായ പണി എന്ന ജോജു ജോർജിന്റെ നിർമ്മാണത്തിലുള്ള സിനിമ. ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ സഹനടനായി നായക നിരയിലേക്കൊക്കെ എത്തിയ വ്യക്തി തന്നെയാണ് ജോജു ജോർജ്. മലയാളികളുടെയും അന്യഭാഷാ പ്രേക്ഷകരുടെയും ഒക്കെ പ്രിയപ്പെട്ട നടനായി മാറിയിട്ടുള്ള ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും ചെയ്തിട്ടുള്ള ചിത്രമാണ് പണി എന്നത്. എന്നാൽ സിനിമയുടെ കഥ എല്ലാവരെയും ഒരേപോലെ ആസ്വാദികരമാക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം തിരക്കേറിയിട്ടുള്ള ഒരു നഗരത്തിൽ നടക്കുന്ന കൊലപാതക ദൃശ്യങ്ങളും അതിന് പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ കഥാതന്തുവായി പറയുന്നത്. തൃശൂർ നഗരത്തെ നടുക്കി പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകത്തിൽ നിന്നാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ. ആ കൊലപാതകത്തിന്റെ പിന്നാലെ പോയ പോലീസുകാരും ഗിരിയുടെ ഗ്യാങ്ങും ഒടുവിൽ എത്തിപ്പെടുന്നത് ഒരേ ദിശയിലാണ്. പിന്നീട് ഗിരിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. കാമുകിയുമൊത്തുള്ള ചില സീനുകളൊക്കെ ഈ സിനിമയിൽ ശ്രദ്ധേയമായ ചില ഭാഗങ്ങളാണ്. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണി കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. താൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സിനിമ തയ്യാറാക്കിയതെന്നും ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു വലിയ പ്രചരണത്തിന് വേണ്ടി ജോജു ജോർജ് ഒരു അഭിമുഖത്തിൽ പറയുന്നതടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ സിനിമയ്ക്കപ്പുറം ഇതെല്ലാം ജീവിതത്തിലേക്ക് എത്തുന്നു എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായി കാണുന്ന സിനിമ സീരിയലുകളൊക്കെ തന്നെയാണ് ഇന്ന് പലരുടെയും ജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ശ്രീരാജ് പോലീസിന് നൽകിയിട്ടുള്ള പ്രതികരണത്തിലൂടെ പറയേണ്ടിയിരിക്കുന്നത്. ശ്രീരാജ് മാത്രമല്ല, പല ഉദാഹരണങ്ങൾ വേറെയും ഇന്ന് കേരളത്തിൽ ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഭാര്യയുടെ വീട്ടുകാരെയും ഒക്കെ കൊല്ലാൻ ശ്രമിച്ച 21 വയസ്സുകാരൻ്റെ വാർത്ത വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു. ആ കൊലപാതകത്തിന് മുമ്പ് ഈ പെൺകുട്ടി, അതായത് ഭാര്യയെ ഭർത്താവായിട്ടുള്ള യാസിർ ക്രൂര ലൈംഗിക വൈകൃതത്തിനിരയാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താമരശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി ഷിബിലി എന്ന യുവതി രംഗത്തെത്തുമ്പോൾ അത് കൂടുതൽ ചർച്ചയാകുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന്. തനിക്ക് യാസിറിനൊപ്പം ജീവിക്കേണ്ടെന്ന് ഷിബിലി നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം യാസിർ ഷിബിലിയെ ക്രൂര ലൈംഗിക വൈകൃതത്തിനിരയാക്കിയെന്ന് സലീന പറയുകയാണ്.
ശാരീരിക മർദ്ദനത്തിലുപരി ഇതാണ് വിവാഹമോചനത്തിന് തീരുമാനമാകാൻ കാരണമായതെന്നാണ് ഷിബിലിയെ ഇതിനുവേണ്ടി നയിച്ചതെന്നതൊക്കെയാണ് സലീന ഇപ്പോൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 18-നാണ് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ യാസിർ ഭാര്യ ഷിബിലിയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവമുണ്ടാകുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു ഈ കടും കൊല നടന്നത്. ഷിബിലിയുടെ വീട്ടിലെത്തിയ യാസിർ കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണം തടയാൻ ചെന്ന ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനയെയും യാസിർ അതിക്രൂരമായി തന്നെ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഒക്കെ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് കൊണ്ടാണ് ഷിബിലിയുടെ മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴുത്തിലെ 2 മുറിവുകളും ആഴത്തിലുള്ളതാണെന്നും ആകെ 11 മുറിവുകളാണ് ഉണ്ടായതെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ കേസിലാണ് പെൺകുട്ടിയോട് ഇപ്പോൾ ഭർത്താവ് അതിമോശമായിട്ട് പ്രതികരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ആ പെൺകുട്ടിയോട് പ്രതി കാണിച്ച ലൈംഗിക വൈകൃതം എന്ന് പറയുന്ന ഈ ഒരു വിഷയം അത് ആഴത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. കാരണം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന പ്രതിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ കിട്ടിയ വീഡിയോകളും അല്ലെങ്കിൽ അവർക്ക് അതിലൂടെയൊക്കെ ലഭിച്ചിരിക്കുന്ന ചില തോന്നലുകളും ഒക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു വൈദ്രിക രീതിയിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും സിനിമ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന ഒരു ചോദ്യം, ഒരു ചർച്ച അത് കൂടുതൽ ശക്തമാകുകയാണ്. ഇപ്പോൾ ഈ ഒരു പണി എന്ന വിഷയത്തിൽ പ്രചോദനം കൊണ്ടാണ് താൻ ഒരു വ്യക്തിയെ ആക്രമിച്ചു എന്ന യുവാവ് പറയുന്നതിലൂടെ വരുന്നത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് സിനിമ. കൂടുതൽ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ സിനിമയെ കാണുന്നത് കച്ചവട കണ്ണുകളോടെയാണ് എന്നത് നമുക്കറിയാം. അത് ഒരു പക്ഷേ അവരുടെ ബിസിനസ് മൈൻഡ് കൊണ്ടായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇത് ഒരു കച്ചവടം മാത്രമായി മാറും എന്നത് അല്ല. ഉണ്ണി മുകുന്ദൻ നായകനായിട്ടുള്ള മാളികപ്പുറം എന്ന സിനിമ നമുക്കൊക്കെ അറിയാം. ആ സിനിമ പുറത്തു വന്നതിന് ശേഷം പല പ്രേക്ഷകരും ഈ ഉണ്ണി മുകുന്ദനെ കണ്ടത് അയ്യപ്പനായിട്ടാണ്, അതായത് ദൈവമായിട്ടാണ്. അതായത് ഉണ്ണി മുകുന്ദൻ്റെ അയ്യപ്പനായി കാണാൻ തോന്നിച്ചതും പണി സിനിമ കണ്ട് ആക്രമണത്തിനിറങ്ങാൻ ധൈര്യം കിട്ടിയതും ദൃശ്യ മോഡലിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നടക്കുന്നതുമൊക്കെ ഒരു സിനിമ മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു എന്നുള്ളതാണ്. സിനിമ ഒരു കല മാത്രമല്ല, ഒരു വലിയ വ്യവസായം കൂടിയാണ്. സിനിമയ്ക്ക് സമൂഹത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, സാമൂഹികപരമായിട്ടും ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സിനിമ സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ ശക്തമായി പോരാടേണ്ടുന്ന ഒരു മാധ്യമമായി ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മദ്യം എന്ന മാരകമായിട്ടുള്ള വിപത്തിനെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ന് പല സിനിമകളും മുന്നോട്ട് കാണിച്ചു വിടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ആളുകളിലും അത് സ്വാധീനിക്കുന്നുണ്ട്. സിനിമകൾ എന്നും സമൂഹത്തിനൊരു വഴികാട്ടിയാവണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ അഭിപ്രായമായി പറയുന്നത്. തെറ്റായ പ്രണയബന്ധങ്ങൾ സിനിമയുടെ ഇതിവൃത്തമായി മാറുന്ന ഒരു രീതി ഇപ്പോൾ ഈ അടുത്ത കാലത്തെ സിനിമകളിലൊക്കെയുണ്ട്. തെറ്റായ പ്രണയബന്ധങ്ങൾ സിനിമയുടെ ഇതിവൃത്തമായി മാറുന്നു. സിനിമ സമൂഹത്തിന് തെറ്റായ ചില ചിന്താഗതികൾ നൽകുന്നു എന്നതൊക്കെയാണ് വേദനാജനകം. സിനിമയിൽ കാണുന്ന ഒരു ഭേര് എന്നിട്ട് വിജയ ആഹ്ലാദം മുഴക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത്തരം തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ തന്നെയാണ് ഇന്നത്തെ യുവ തലമുറകളിൽ ഉൾപ്പെടെ സ്വാധീനമായി മാറുന്നത്. ഇത് കലാപരമായിട്ടുള്ള രചന എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സാമൂഹികപരമായി വലിയ വിപത്ത് തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം സിനിമ സ്വാധീനിക്കുന്നു എന്നത് ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതക കഥകളൊക്കെ പുറത്തുവിടുമ്പോൾ അത് കൃത്യമായി തന്നെ പഠിച്ച് അത് സമൂഹത്തിന് എത്തരത്തിലുള്ള വിപത്താണ് ഉണ്ടാക്കുക എന്നത് മനസ്സിലാക്കി വേണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത കൂടെ പുറത്തു വരുമ്പോൾ പറയാനുള്ളത്.